ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ അടുത്തൊരു തരികട പണിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് കാണണ്ടേ, ഇന്ന് ടൈലർ മെഷീനായിട്ടാണ് കേട്ടോ പണി. അപ്പോൾ നമ്മളെ ഈ മെഷീനോട് തുണികളടിക്കാൻ മാത്രമല്ല വേറൊരു പണിയുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടോ. ഇതുപോലെ നമ്മളെ കുട്ടികളെ പുസ്തകങ്ങളൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ചട്ട മാത്രമല്ല, മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളിലെ പേജൊക്കെ പറഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഞാൻ മുമ്പൊക്കെ ഞാനൊരു സൂചി നൂലൊക്കെ എടുത്ത് തുന്നലായിരുന്നു കേട്ടോ. ഇപ്പം ഒക്കെ അതിനൊക്കെ നല്ല മടിയാണ്. അപ്പോൾ ഇന്നെപ്പോലത്തെ മടിച്ചവർക്ക് പറ്റിയൊരു പരിപാടിയാണ് ഞാൻ ഇപ്പോൾ പറയണത്. വേറെ ഒന്നുമില്ല, ഈ പുസ്തകത്തിൻ്റെ പേജൊക്കെ നമ്മൾ ഒന്നിങ്ങനെ കൊട്ടിക്കുടഞ്ഞ് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒന്നങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അടിക്കുമ്പോൾ തലപ്പൊന്ന് കെട്ടിടാൻ പറ്റുകയാണെങ്കിൽ നന്ന്. അപ്പോൾ കുറച്ച് കാലം കൂടി ഇങ്ങനെ പെട്ടെന്നൊന്നും കീറിപ്പോരാതെ സ്റ്റിച്ച് പറഞ്ഞു പോരാതെ നിന്നോളൂ കേട്ടോ. പിന്നെ അടിക്കുമ്പോൾ വല്ലാണ്ട് തിരക്ക് കൂട്ടിയൊന്നും അടിക്കേണ്ട. ചിലപ്പോൾ സൂചി കിട്ടും, കട്ടിയുള്ള ബുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇത് കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ മാത്രമല്ല, ഇതിന് സ്റ്റേപ്ലയറിൻ്റെ പിന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ മുകളിൽ. അപ്പോൾ ആ പിന്നിൻ്റെ മുകളിൽ തട്ടാതെ അതിൻ്റെ ഒരു സൈഡ് കൂടെ അടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊരു നല്ല എളുപ്പപ്പണിയല്ലേ. അപ്പോൾ ഇനി ഇങ്ങനെ ആരെങ്കിലൊക്കെ വീട്ടിൽ ടൈലർ മെഷീൻ ഉള്ളവർ ഇനി പുസ്തകമൊന്നും ആരും തുന്നാൻ മെനക്കിടണ്ട. ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് ചെയ്താൽ മതി കേട്ടോ. നല്ല നീറ്റാണ്, പുസ്തകത്തിൻ്റെ ഉള്ളും പുറമൊക്കെ കാണാൻ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് പണി എളുപ്പം കഴിയുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ. പിന്നൊരു കാര്യം, ഇതിൻ്റെ ചെറിയ ബുദ്ധി തോന്നിയിട്ടുള്ളൊരു ഐഡിയയാണ്. അപ്പോൾ ഈ ഐഡിയ എന്നേക്കാൾ മുമ്പ് തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ.